മനസ്സിലായില്ല. എന്ത്? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ദൈവം ഉണ്ടോ അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവും, അപ്പൊ അതിനെ പറ്റിയിട്ട് അപ്പൊ ഞാനൊന്നും അറിയാൻ വേണ്ടിട്ട്. അതാണ് മനസ്സിലായി. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഞാനിത് പറഞ്ഞത്. പ്രപഞ്ചം ഉള്ളതാണ്, ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അത്രയേ ഉള്ളൂ. നിരന്തരം മാറുന്നതാണ്, അത് കാരണം കൊണ്ട് അതിനൊരു തുടക്കം ആവശ്യമില്ല. അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫോം എന്താ അറിയില്ല. ഇയാളെന്ന് പറയുന്ന ആള് ഇവിടെ കുറെ നാൾ മുമ്പ് ഒരു കുട്ടിയായിട്ടിരുന്ന ആളല്ലേ? അതെ, ആ കുട്ടി എന്ത് ചെയ്യേ? ആ കുട്ടിയാണ് ഇപ്പൊ ഞാൻ. അത്രേ ഉള്ളൂ. അപ്പൊ ട്രാൻസ്ഫർമേഷൻ ആണുള്ളത്. അല്ല, നിരന്തരം വേറെ ഒന്നുമില്ല, സംഭവിക്കുന്നില്ല. നിങ്ങളായിരിക്കുന്ന ആറ്റവും നിങ്ങളായിരിക്കുന്ന മോളിക്യൂളും അത് വേറെ ജീവികളായിട്ട് മാറും. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലേ? അത് നിങ്ങളായിട്ടല്ലേ ഇപ്പൊ ഇരിക്കുന്നേ? അതെ. അതിന് മുമ്പ് അതൊരു മീനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നെല്ലോ ആയിട്ടിരുന്നതല്ലേ? ഇപ്പൊ നിങ്ങളായിട്ടായിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ മറ്റുള്ള ജീവികളായിട്ട് മാറിപ്പോകും. അതായത് വേറെ വേറെ ജീവിയായിട്ട് മാറിപ്പോകും. മറ്റു ജീവികളെല്ലാം നിങ്ങളെ ആഹരിച്ചു പോകും. അങ്ങനെയാണ് ചീഞ്ഞു പോകുന്നത് നമ്മൾ പറയുന്നത്. ബാക്ടീരിയ തിന്നുന്നതിനെയാണ്. നമ്മുടെ ചിന്തകളോ? നിങ്ങളുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഈ ചിന്തകളോ അല്ലെങ്കിൽ ഒന്നും തുടരത്തില്ല. നിങ്ങളുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ തുടരൂ. അത് കഴിഞ്ഞ ഒന്നും തുടരത്തില്ല. അത് എമർജിങ് റിയാലിറ്റി എന്ന് പറയും. ചേട്ടൻ ഇപ്പൊ ഇവിടുത്തെ രാഷ്ട്രീയക്കാര്, ഇപ്പൊ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ചേട്ടനൊരു ഇഷ്ടം തോന്നുന്ന രാഷ്ട്രീയക്കാരെങ്കിലും ഉണ്ടോ? ഇഷ്ടം തോന്നുന്ന രാഷ്ട്രീയക്കാരൊന്നും കേരളത്തിലില്ല. ചേട്ടൻ ഏതെങ്കിലും, ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ ഇതൊരു ഇതാണ്, ഇപ്പൊ പലതരം ഇന്റർവ്യൂസ് ഉണ്ടാവും. ഇപ്പൊ ഒരു ചോയ്സ് ഒന്ന് പിക്ക് ചെയ്യണം.